നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തി ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രിക മരിച്ചു. മലപ്പുറം പാലപ്പെട്ടി തെക്കേപ്പുറത്ത് ഷാനവാസിന്റെ ഭാര്യ 40 വയസ്സുള്ള മുംതാസാണ് മരിച്ചത്. സ്കൂട്ടർ ഓടിച്ചിരുന്ന മകൻ ഷാൽബിൻ പരിക്കുകളോടെ ഹയാത്ത് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ദേശീയപാത എക്സിറ്റ് പോയിന്റിൽ വച്ചായിരുന്നു അപകടം. ബ്ലാങ്ങാടുള്ള സഹോദരന്റെ വീട്ടിൽ പോയി പാലപ്പെട്ടിയിലേക്ക് മടങ്ങവെയായിരുന്നു അപകടം. പരിക്കേറ്റ മുംതാസിനെ എടക്കഴിയൂർ കെൻസ് ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. മേൽനടപടികൾക്കു ശേഷം ഇന്ന് പാലപ്പെട്ടിയിൽ ഖബറടക്കം നടത്തും. ഷംന, ജന്നത്ത്, മുഹമ്മദ്, ഷാൽബിൻ എന്നിവർ മക്കളാണ്. തൃശൂരിൽ ആനയിടഞ്ഞു. കൊല്ലത്ത് നിന്നെത്തിച്ച ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ജനവാസ മേഖലയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ച വിരണ്ടോടിയ ആന കാറും ബൈക്കും ഓട്ടോയും കുത്തിമറിച്ചിട്ടു. പാറമേക്കാവിൽ തൊഴിക്കാനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. കാലിലെ ചങ്ങല ഉടക്കിയതിനെ തുടർന്ന് ഒരു വീടിന് സമീപത്ത് നിലയുറപ്പിച്ച ആന വീടിന്റെ ഒരു ഭാഗം തകർത്തു. കാറിനകത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്ന സമയത്താണ് ആന കാർ കുത്തിമറിച്ചത്. 2.5 കിലോമീറ്ററോളം ഓടിയാണ് ആന ജനവാസ മേഖലയിലെത്തിയത്. ആനയെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തളച്ചത്. തിച്ചൂരിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു. എട്ടാമാട്ടിൽ മണ്ണൂരിൽ അസീസിന്റെ മകൻ അജ്മലാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെയാണ് സംഭവം. നിർമ്മാണത്തിലുള്ള പുതിയ വീടിന്റെ ഇലക്ട്രിക്കൽ ജോലിക്കെത്തിയതായിരുന്നു അജ്മൽ. ജോലിക്കിടയിൽ ഇരുമ്പുകോണയിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഷോക്കേറ്റ് മരിച്ചതാണെന്നാണ് പ്രാഥമിക നിഗമനം. ജമീല മാതാവാണ്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് KSRTCയിൽ യാത്ര സൗജന്യമാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ. സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTCക്ക് സർക്കാർ അധിക സഹായം നൽകുമെന്നും KSRTCയെ നഷ്ടമില്ലാത്ത സ്ഥിതിയിൽ എത്തിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. സമ്പത്തുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്തും. ഏതൊക്കെ സർവീസുകളിൽ സൗജന്യം എന്നതിൽ ചർച്ച തുടരുകയാണ്. തൊഴിലിടത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് കൈത്താങ്ങാകും. സൗജന്യയാത്ര വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാഹന മോഡിഫിക്കേഷനിൽ യോഗം ചേർന്നിട്ടില്ലെന്നും മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ഇന്ധനവില വീണ്ടും വർദ്ധിപ്പിച്ചു. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. 10 ദിവസത്തിനുള്ളിൽ 3ാം തവണയാണ് വില കൂട്ടുന്നത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 112.60 രൂപയായി. ഡീസൽ വില 101 രൂപ കടന്നു. കൊച്ചിയിൽ പെട്രോളിന് 110.60 രൂപ ആയി. ഡീസൽ വില കൊച്ചിയിൽ 99.54 സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച് റസൂൽ പൂക്കുട്ടി. സർക്കാർ മാറിയ പശ്ചാത്തലത്തിലാണ് രാജി. ചീഫ് സെക്രട്ടറിക്കാണ് രാജിക്കത്ത് കൈമാറിയത്. റസൂൽ പൂക്കുട്ടിയോട് സ്ഥാനത്ത് തുടരണമെന്ന നിർദ്ദേശം UDF സർക്കാർ നൽകിയിരുന്നില്ല. ചെയർമാൻ സ്ഥാനത്തേക്ക് പല പേരുകൾ സംസ്ഥാന സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. സലീം കുമാർ, ജഗദീഷ്, ദീപു കരുണാകരൻ, പ്രിയങ്ക നായർ എന്നിവരുടെ പേര് അധ്യക്ഷ സ്ഥാനത്തേക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. എറണാകുളത്തെ കുന്നത്തുനാട് മണ്ഡലത്തിലെ മലയിടം തുരുത്ത് പാരിയത്തുകാവ് പട്ടികജാതി ഉന്നതിയിലെ പോലീസ് ദളിത് വേട്ടയിൽ പ്രതിഷേധിച്ച് PKS ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. PKS ജില്ലാ കമ്മിറ്റി അംഗം KA ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ ജോയിന്റ് സെക്രട്ടറി PS അശോകൻ അധ്യക്ഷത വഹിച്ചു. KK ദാസൻ, CK അശോകൻ, MK സുരേഷ്, P യതീന്ദ്രദാസ്, സുരേഷ് ബാബു, KC മണികണ്ഠൻ, MM സുമേഷ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രം സർപ്പക്കാവിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങ് ഭക്തിനിർഭരമായി. പാതിരിക്കുന്നത്തുമന സദാനന്ദൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉപദേശക സമിതി അംഗങ്ങളായ M രാമകൃഷ്ണൻ, K ചന്ദ്രദാസ്, ജയൻ മാരാത്ത്, ശശി പൂലോത്ത്, മാതൃസമിതി ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശക സമിതി, കണ്ണകി മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,580 രൂപ, പവന് 1,16,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം.
വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം: തിരുവങ്കിടം തരകൻ ലൂവിസ് ഭാര്യ ത്രേസ്യ നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4:30 ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തും. വാഗ അരീക്കര വേലായുധൻ മകൻ ജനാർദ്ദനൻ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് ഉച്ചതിരിഞ്ഞ് 2:30 നടത്തും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.